സ്പോൺസർഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാൻഡ് 4 and ഹയറിലോട്ട് പോകണമെങ്കിൽ നമുക്ക് HCPC രജിസ്ട്രേഷൻ വേണം. നമുക്ക് പറ്റുന്ന രീതിയിൽ വർക്ക് ചെയ്ത് നാട്ടിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വർക്ക് പ്രഷറാണ്. ഹായ് ഫ്രണ്ട്സ്, അഭിജിയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നുള്ളത് ലൂട്ടണിൽ കേരള ഹട്ടിന്റെ ഫ്രണ്ടിലാണ്. വേറൊന്നുമല്ല, ഇന്നിവിടെ യൂട്യൂബേഴ്സിന്റെ ഒരു മീറ്റപ്പ് ആണ്. അവിടെ വന്നപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒരു ഇൻഫോർമേറ്റീവ് കണ്ടന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത്, നാട്ടില് മൈക്രോബയോളജി പഠിച്ച് ഇന്ന് UK വർക്ക് ചെയ്യണം. ഇതിൽ ഇമ്പോർട്ടന്റ് ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡന്റ് ആയിട്ട് വന്നു. പലരും ഡിപ്പെൻഡന്റ് ആയിട്ട് വന്നിട്ട് അവരുടെ ഫീൽഡിൽ തുടരാൻ പറ്റണില്ല, ഞങ്ങൾ വന്നത് ഒരു മണ്ടത്തരമായി പോയി UK ചൂസ് ചെയ്ത് അങ്ങനെ പറയുമ്പോൾ അതാത് ഫീൽഡിൽ വന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ പഠിച്ചതല്ല, നാട്ടിൽ നിന്ന് പഠിച്ച് ഇന്നിവിടെ ജോബിന് കയറിയ എന്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ജസ്റ്റ് പരിചയപ്പെട്ട് നമുക്ക് വീഡിയോയിലുണ്ടോ? ഹലോ, ഹായ്, ഞാൻ അഫ്സാന. ഞാനിവിടെ മെഡിക്കൽ ലബോറട്ടറി അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ ലൂട്ടണിൽ തന്നെയാണ്. നാട്ടിൽ തിരുവനന്തപുരത്താണ്. ഏത് വർഷമായിരുന്നു ശരിക്കും പഠിച്ചത്? ഞാൻ പാസ് ഔട്ട് ആയിട്ട് 2020 പിന്നെ നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 2 year അടുപ്പിച്ച്, ഫുള്ളില്ല, നല്ലൊരു 2 year അടുപ്പിച്ച് അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം UK വന്നിട്ട് ശരിക്കും ഇപ്പൊ എത്ര നാളായി? ഞാൻ ഇപ്പൊ UK വന്നിട്ട് 2 വർഷമായി. 2 വർഷമായി അല്ലേ? ഇപ്പൊ UK വന്നിട്ട് എത്ര നാളായി ഇപ്പൊ ഈ ഫീൽഡിൽ പണി കയറിയിട്ട്? ആക്ച്വലി ഫസ്റ്റ് 6 months ഞാൻ ഒരു വെയർ ഹൗസിലാണ് വർക്ക് ചെയ്തത്. കാരണം എനിക്ക് ആ ടൈമിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ പാസ്പോർട്ട് വിഗ്നറ്റ് വിസ ആയിരുന്നു. അപ്പം എനിക്ക് BRP ഇല്ലാത്തതുകൊണ്ട് NHS ഒന്നും നോക്കാൻ പറ്റിയില്ല. 6 months കഴിഞ്ഞിട്ടാണ് ഞാൻ ട്രൈ ചെയ്തത്. ഒരു 15 ആപ്ലിക്കേഷൻ അയക്കുന്നതിൻ്റെ അടുത്ത് തന്നെ എനിക്ക് ഇന്റർവ്യൂ കോള് വന്നു. ഫസ്റ്റ് ഇന്റർവ്യൂവിൽ തന്നെ ഞാൻ ക്രാക്ക് ചെയ്തു. അതെ, ഇപ്പൊ 1 year ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുകയാണ്. ഇപ്പൊ ഞാൻ അടുത്തൊരു സ്ഥലത്ത് പിന്നെ ജോയിൻ ചെയ്തു. ശരിക്കും ഇപ്പൊ നമ്മള് നാട്ടിൽ നിന്ന് ഈ ഒരു കോഴ്സ് പഠിച്ചിട്ട് ഇവിടെ വന്ന് നമുക്ക് ജോബ് കിട്ടാനുള്ള ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി നമുക്കൊരു നാക്കുണ്ട്, അതൊരു ടെക്നിക്കുണ്ട്. ആ ഒരു ടെക്നിക്ക് അറിയാമെങ്കിൽ നമുക്ക് സുഖമായിട്ട് ക്രാക്ക് ചെയ്ത് കയറാവുന്നതേ ഉള്ളൂ. ഇന്റർവ്യൂ ആയാലും ആപ്ലിക്കേഷൻ പ്രോസസ് ആയാലും. NHS എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്ക് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു ഇതാണ് ആപ്ലിക്കേഷൻ അയക്കാന്ന്. പക്ഷെ കുറച്ചൊന്ന് നമ്മൾ ശ്രമിച്ച് അതേന്ന് പറഞ്ഞിരുന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പൊ ശരിക്കും ഈ ഒരു ഇത് പഠിച്ചിട്ട് നാട്ടിൽ നിന്ന് ഇത് പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് വേറെ കോഴ്സും കാര്യങ്ങളും എന്തെങ്കിലും എടുത്താൽ? ഇല്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് നാട്ടിലൊരു ചെറിയ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ നമ്മളെ എടുക്കും. ശരിക്കും ഞാൻ ഈ ന്യൂട്രീഷനിക് ആയിട്ടുള്ളവർക്കുടെ വീഡിയോ എടുക്കുമ്പോൾ അവർ പറഞ്ഞു HCPC രജിസ്ട്രേഷൻ വേണം. അപ്പൊ ഈ ഒരു ജോബിന് ആ രജിസ്ട്രേഷൻ ഇമ്പോർട്ടന്റ് ആണ്? അതെ, വേണം. അതായത് നമുക്ക് സ്പോൺസർഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാൻഡ് 4 and ഹയറിലോട്ട് പോകണമെങ്കിൽ നമുക്ക് HCPC രജിസ്ട്രേഷൻ വേണം. ഞാനിപ്പോൾ ബാൻഡ് 3ലാണ്. ബാൻഡ് 3 ബാൻഡ് 2 HCPC വേണ്ട. ഞാൻ ഒന്നും എടുക്കാണ്ടാണ് കയറിയത്. ഞാൻ UK എക്സ്പീരിയൻസിന് വേണ്ടി കയറിയതാണ്. നമുക്കൊന്ന് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ HCPC അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബയോമെഡിക്കൽ സയൻറ്റിസ്റ്റ് ആയിട്ട് പെട്ടെന്ന് കയറാം. ആ ലാബിൽ തന്നെ നമുക്ക് അവർ പ്രൊമോട്ട് ചെയ്യും നമ്മളെ. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നുകൊണ്ട് HCPC രജിസ്ട്രേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പം എന്റെ പ്രോസസ്സിങ്ങിലാണ്. വെയിറ്റ് ചെയ്യുകയാണ് എൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട്. ലാസ്റ്റ് സ്റ്റെപ്പായി വെയിറ്റ് ചെയ്യുകയാണ് എൻ്റെ രജിസ്ട്രേഷൻ വേണ്ടി. അപ്പോൾ കിട്ടിയിട്ട് വേണം എനിക്ക് ബയോമെഡിക്കൽ സയൻറ്റിസ്റ്റിനായിട്ട് അപ്ലൈ ചെയ്യാൻ എൻ്റെ ലാബിൽ തന്നെ. അപ്പൊ ഇപ്പൊ ബാൻഡ് 3 ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നാട്ടിൽ 2 വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നാട്ടിൽ ഒരു ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യണതും ഇവിടെ വർക്ക് ചെയ്യണതും തമ്മിൽ ഒരു മെയിൻ ചാലഞ്ചസ് എന്താണ്? ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ കണ്ട ഒരു സ്പെഷ്യാലിറ്റി എന്താണ്? എനിക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ലാബ് അറ്റ്മോസ്ഫിയർ ആയാലും കൊളീഗ്സ് ആയാലും മാനേജേഴ്സ് ആയാലും നമുക്ക് ഹെഡിലാണെന്നൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അവർക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അവർക്ക് നമുക്ക് ഒരുപാട് വർക്ക് പ്രഷർ ഒന്നും ഇല്ല. നമുക്ക് പറ്റുന്ന രീതിയിൽ വർക്ക് ചെയ്യും. നാട്ടിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വർക്ക് പ്രഷറാണ്. ആക്ച്വലി നമ്മളെ എൻവയോൺമെന്റും ഭയങ്കര ഒരു നമുക്ക് ചലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് എനിക്ക് അത്ര ചലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്തില്ല. പെട്ടെന്ന് അഡാപ്റ്റ് ആവാൻ പറ്റി. കൂടുതലും മെഷീൻസ് ആണ് ഇവിടെ. അപ്പം നമ്മൾ കൂടുതലും നമുക്ക് വർക്ക് ഈസിയാണ് ചെയ്യാനായിട്ട്. ശരിക്കും ഇതൊരു 8 to 4 ജോബാണോ അതോ എങ്ങനെയാണ് ഇത് വന്നത്? ഞാൻ മുന്നേ വർക്ക് ചെയ്തത്, ആദ്യം വർക്ക് ചെയ്ത ജോലി എനിക്ക് നൈറ്റ് ഷിഫ്റ്റും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ നൈറ്റ് ഷിഫ്റ്റ് സുഖമാണ് ചെയ്യാൻ. പിന്നെ നമ്മൾ ഒരു ലൈഫ് സൈക്കിൾ തെറ്റുന്നത് കൊണ്ട് ഞാനിപ്പോൾ വേറെ ജോലി ഇട്ട് കയറി. അപ്പോൾ അതെന്ന് പറയുന്നത് 8 to 4 ആണ്. അത് കുറച്ചും കൂടെ ഹയർ ഒരു നല്ലൊരു ട്രസ്റ്റിലോട്ടാണ് ഞാൻ കയറിയിരിക്കുന്നത്. ഹയർ ട്രസ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സാധ്യതകൾ കൂടും. റിസർച്ച് ഫീൽഡിലോട്ടൊക്കെ നമുക്ക് തിരിയാൻ പറ്റും. ഓക്കെ, ശരിക്കും ഇന്ന് ഈ ഒരു കോഴ്സ് പഠിച്ചു വന്ന ഒരാളോട് ഇപ്പൊ ഇങ്ങനെ ഒത്തിരി പേര് ഇപ്പം ഈ ഫീൽഡ് പഠിച്ചിട്ട് UK ജോബ് കിട്ടാതിരിക്കുന്നവരുണ്ടാവും. അവരോട് പേഴ്സണലി എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? മാക്സിമം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് പ്രൊജക്റ്റ് ചെയ്യുക. നമ്മൾ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ നിങ്ങൾ ചെറുതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ അതിൽ മെൻഷൻ ചെയ്യുക. ചെറിയൊരു മെഷീൻ ആണെങ്കിൽ പോലും അതെല്ലാം മെൻഷൻ ചെയ്യുക. അപ്പം നമുക്ക് അത്രയും കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇന്റർവ്യൂ നന്നായിട്ട്
എന്താ പറയാ പ്രിപ്പയർ ചെയ്തിട്ട് പോവാ, ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക. അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ആയിട്ടൊക്കെ അറ്റൻഡ് ചെയ്താൽ മതിയാവും. ഒരു ഇന്റർവ്യൂ പാറ്റേൺ എങ്ങനെയായിരുന്നു? ഇന്റർവ്യൂ പാറ്റേൺ എന്ന് പറയുന്നത് ഓരോ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഓരോ ട്രസ്റ്റിൽ ഡിഫറെന്റ് ടൈപ്പ് ആയിരിക്കും. ഞാൻ പല ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരിടത്ത് എനിക്ക് പറയുന്ന ഒരു സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ എനിക്കൊരു 6 ഫോം തന്നിട്ട് അത് 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഫില്ല് ചെയ്യണം, ടൈപ്പ് ചെയ്യണം. 10 മിനിറ്റ് അവർ ടൈമർ വെച്ച് തന്നിട്ട് പോകും. നമ്മൾ 10 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തായാലും ആ ജോബ് കിട്ടത്തില്ല. അങ്ങനെ ഒരു ഇതായിരുന്നു. പിന്നെ അല്ലാണ്ട് നമ്മൾ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്, അതായത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ, പിന്നെ NHSന്റെ കോമൺ ക്വസ്റ്റ്യൻസ് കാണുമല്ലോ, ട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് കാണുമല്ലോ, NHS വാല്യൂ, അങ്ങനെയുള്ള കാര്യങ്ങൾ അതുണ്ടാവും. പിന്നെ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ലാബിന്റെ SOPs, പിന്നെ അങ്ങനെ അല്ലാണ്ട് സിനോറിയോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം ഇന്നൊരു സംഭവിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് പറയുന്ന സിനോറിയോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഇതുപോലെ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും. ഓരോ ട്രസ്റ്റ് അനുസരിച്ച് ചിലർ ഒരുപാട് നമ്പേഴ്സ് ഇങ്ങനെ തരും, എന്നിട്ട് അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ നമ്മൾ ആക്കണം ഒരു 10 മിനിറ്റ് ഉണ്ട്. അങ്ങനെ പല സ്ട്രെയിൻസ് ഇന്റർവ്യൂസിനെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂവിൽ ഒരു റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ മൈക്രോബയോളജി ആയിരുന്നു അത് അപ്ലൈ ചെയ്തത്. അപ്പം ഒരു 3 ക്വസ്റ്റ്യൻസ് മൈക്രോബയോളജിയും 2 ക്വസ്റ്റ്യൻസ് കോമൺ NHS ക്വസ്റ്റ്യൻസും ആണ് അവർ ചോദിച്ചിരുന്നത്. അങ്ങനെ ശരിക്കും ഇപ്പൊ എന്നോടാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നവരെല്ലാരും പറയണം, ബ്രോ ഞങ്ങൾ NHSലാണെങ്കിലും നോക്കി മടുത്തു, ഒത്തിരി റിജക്ഷൻ മെയിൽ വന്ന് കണ്ട് മടുത്തു എന്ന് പറഞ്ഞു. എത്ര റിജക്ഷൻ മെയിൽ വന്നിട്ടുണ്ടാവും? എനിക്ക് കുറെ റിജക്ഷൻ വന്നിട്ടുണ്ട്, ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മള് ഒരു റിജക്ഷൻ വരുമ്പോഴും അടുത്ത ശരിയാവും എന്നുള്ളൊരു ഹോപ്പിൽ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഉറപ്പായിട്ട് നിങ്ങൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോബ് കിട്ടും എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അതേ നമ്മുടെ അടുത്തായിരിക്കുന്ന ആൾക്ക് ഒരു യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമും എല്ലാം ഉണ്ട്. ഇത് എന്റെ ചാനലിൽ വന്നത് ഒരു ഷോർട്ട് വീഡിയോ ആണ്. എനിക്കിപ്പോ ഇവിടെ വന്നപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ലാബിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ കാണുന്നത്. ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാനിപ്പോ അവിടെ ഫംഗ്ഷനിൽ തിരിച്ച് ഇവിടെ കൊണ്ടെത്തിയത്. അപ്പം ഇതിൽ എനിക്കറിയാം ഒത്തിരി ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ യൂട്യൂബ് ചാനലിന്റെ പേരും ഇൻസ്റ്റാഗ്രാമിന്റെ IDയും ഞാൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാവരും ഹെൽപ്പ് ചെയ്യില്ലേ? ഉറപ്പായിട്ടും. താങ്ക് യു. ഞാനിപ്പം എന്റെ ചാനലിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചതുകൊണ്ട്. അതെ, താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി.